ഹായ് ഗായ്സ്, നമ്മുടെ സ്കിന്നിനെ നല്ല രീതിക്ക് ബ്രൈറ്റൻ ആൻഡ് സോഫ്റ്റ് ആക്കി കൊണ്ടുവരാനായിട്ടും നല്ലൊരു ഗ്ലോ ഒക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള ഒരു അടിപൊളി നമ്മുടെ വീട്ടിലിരിക്കുന്ന ഒരു സംഭവമാണ് തൈര് കേട്ടോ. ഈ ഒരു തൈര് ഉപയോഗിച്ചിട്ടുള്ള ഒരു പാക്കാണ് നമ്മൾ ഇന്ന് ചെയ്ത് കാണിക്കാൻ പോകുന്നത്. ഇന്ന് സ്കിൻ വൈറ്റനിങ് ചാലഞ്ച് ഡേ 5 ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ചലഞ്ചിന് വേണ്ടിയിട്ട് നമ്മൾ എടുത്തിരിക്കുന്ന തൈരാണ്. തൈരും അതുപോലെ തന്നെ ഇതിനകത്തേക്ക് ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടി നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ തൈര് എടുക്കുന്നത് ഈ കാണുന്ന മെത്തേഡിലാണ് നമ്മൾ ചെയ്ത് കൊണ്ടുവരുന്നത്. ഒരു തുണി ഉപയോഗിച്ച് കിഴി കെട്ടിയിട്ട് തൈരിനകത്തുള്ള വെള്ളത്തിൻ്റെ ആ ഒരു കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ടും വറ്റിച്ച് കൊണ്ടുവരാം. അതല്ലാന്നുണ്ടെങ്കിൽ ചെറിയൊരു അളവിൽ ആ വെള്ളം ഇച്ചിരി ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ എങ്ങനെയാണെങ്കിലും കുഴപ്പമില്ല. കാരണം നമ്മൾ നമുക്ക് ഫേസിലേക്ക് കഴുത്തിലേക്ക് എന്നൊക്കെ പറയുമ്പോൾ ഒരു ടീസ്പൂണിൻ്റെ ഒക്കെ തൈര് ആവശ്യം വരുള്ളൂ. പക്ഷെ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 3-4 ടീസ്പൂണോളം തൈരിൻ്റെ ആ ഒരു ഗുണങ്ങൾ നമുക്ക് ഇതിനകത്ത് കിട്ടും. ഒന്നിച്ച് നമുക്ക് തൈര് അത്രയും തന്നെ ഫേസിൽ ഇടാൻ പറ്റില്ല. അപ്പോൾ പക്ഷേ നമ്മൾ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഒരു 3-4 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ ടീസ്പൂണിൻ്റെ തൈരാണ് നമുക്ക് ഇതുപോലെ കിഴി കിട്ടുമ്പോൾ നല്ല രീതിക്ക് ഒരു 1-1.5 അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂണോളമായി കിട്ടുന്നത്. അപ്പോൾ ഈ രീതിക്ക് നമ്മൾ നന്നായിട്ട് ഞാനതങ്ങ് ഡ്രൈ ഔട്ടാക്കി കൊണ്ടുവന്നിട്ടില്ല. ഡ്രൈ ഔട്ട് ആക്കുകയാണെങ്കിൽ നമുക്ക് ഇനിയും തൈരിൻ്റെ ആവശ്യം വരും കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഒരു ചെറിയൊരു നനവോട് കൂടിയിട്ട് തന്നെയാണ് പിഴിഞ്ഞ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് ഇതിനകത്ത് നമുക്ക് ഏകദേശം ഒരു 1-1.5 ടേബിൾ സ്പൂണോളം കിട്ടിയിട്ടുണ്ട് കേട്ടോ. മാക്സിമം 2 ടേബിൾ സ്പൂൺ എടുക്കാനായിട്ട് നോക്കുക. തൈരിനകത്ത് ലാക്റ്റിക് ആസിഡ് മാത്രമല്ല വൈറ്റമിൻ സി, എ, ഡി എന്ന് പറഞ്ഞിട്ടുള്ള വൈറ്റമിൻസ് നമുക്ക് അതിനകത്തുണ്ട് കേട്ടോ. ധാരാളമായിട്ട് അതിനകത്തുണ്ട്. അപ്പോൾ ഈ ഒരു ലാക്റ്റിക് ആസിഡ് നമ്മുടെ ഡെഡ് സെൽസിനെ നല്ല രീതിക്ക് ക്ലിയർ ചെയ്തുകൊണ്ട് നമ്മുടെ സ്കിന്നിനെ ബ്രൈറ്റൻ ചെയ്യാനായിട്ടും അതുപോലെ തന്നെ സ്കിന്നിനെ നല്ല സോഫ്റ്റ് ആക്കി വെക്കാനായിട്ടും ഗ്ലോ ആക്കി വെക്കാനായിട്ടൊക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു അടിപൊളി സംഭവമാണ് നമ്മുടെ ഈ ഒരു തൈര്. അപ്പോൾ ഇനി തൈരിനകത്തേക്ക് നമ്മൾ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കാൻ പോകുന്ന ആളെന്ന് പറയുന്നത് തേനാണ്, ഹണിയാണ്. ഈ ഒരു തേന് നല്ലൊരു ഹൈഡ്രേഷനാണ് കേട്ടോ. നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്ത് വയ്ക്കും. ഹൈഡ്രേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിപ്പോൾ ഒരു ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ടാൽ എങ്ങനെ ഇരിക്കും, ഒരു ചുക്കി ചുളിഞ്ഞൊരു ഉണക്ക മുന്തിരി വെള്ളത്തിലിട്ട് കഴിഞ്ഞ് കുതിർന്ന് കഴിഞ്ഞാൽ അത് നല്ല ആ ചുളുമ്പം വരയും കാര്യങ്ങളൊക്കെ നിവർന്നുകൊണ്ട്, അതായത് ആ വെള്ളം കുടിച്ച് വീർത്ത് ആ ഒരു മുന്തിരി ഉണക്ക മുന്തിരി നല്ല വീർത്ത് നല്ല ഭംഗിയിൽ സുന്ദര കുട്ടപ്പനും കുട്ടപ്പിയായിട്ടൊക്കെ ഇരിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതേ പ്രോസസ്സിങ് തന്നെയാണ് ഈ ഒരു തേനും നമ്മുടെ സ്കിന്നിൽ ചെയ്യുന്നത്. അതായത് നമ്മുടെ ചുറ്റുപാടുള്ള ആ ഒരു വായുവിലുണ്ടാകുന്ന ആ ഒരു ഈർപ്പത്തെ നമ്മുടെ സ്കിന്നുമായിട്ട് ലോക്ക് ചെയ്ത് വെക്കാനായിട്ട് അടിപൊളി കഴിവാണ് തേനുള്ളത് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് അകാല വാർദ്ധക്യത്തിൻ്റെ പ്രധാന കാരണങ്ങളൊന്നായിട്ടുള്ള ഫ്രീ റാഡിക്കലുകളെ ചെറുക്കുന്ന നാച്ചുറൽ ആയിട്ടുള്ള ആൻറ്റി ഓക്സിഡൻറ്റും ഈ ഒരു തേനിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിക്ക് നമ്മുടെ സ്കിന്നിനെ ഹൈലി മോയ്സ്ചറൈസ്ഡ് ഹൈഡ്രേറ്റ് ചെയ്ത് വെക്കാനായിട്ട് ഈ ഒരു തേന് നന്നായിട്ട് നമ്മൾ ഹെൽപ്പ് ചെയ്യും കേട്ടോ സ്കിന്നിനെ. അപ്പോൾ ഇതിലെല്ലാം കൂടി മിക്സ് ചെയ്ത് കൊണ്ടുവരാം. നമ്മൾ ചേർത്തിരിക്കുന്ന തൈരാണെങ്കിലും തേനാണെങ്കിലും മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ, കയ്യിൽ, കഴുത്തിലൊക്കെ അപ്ലൈ ചെയ്യാം കേട്ടോ. ഞാൻ എന്ത് കിട്ടിയാലും എൻ്റെ കൈമേലും ഞാൻ അപ്ലൈ ചെയ്യും, കഴുത്തിലും അപ്ലൈ ചെയ്യാം കേട്ടോ. നമുക്ക് കഴുത്തിൽ ബ്ലാക്ക് മാർക്സ് ഒക്കെ ഉണ്ടെങ്കിൽ അതെല്ലാം പോകാനായിട്ട് നല്ല ഹെൽപ്പ് ചെയ്യുന്ന ഒരാളാണ് ഈ ഒരു പാക്ക്. അപ്പോൾ നമുക്ക് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് മാക്സിമം ഒരു 20-25 മിനിറ്റ്, 15 മിനിറ്റ് മതിയാകും എങ്കിലും നമ്മളൊരു 20-25 മിനിറ്റ് വെച്ചിരുന്ന ശേഷം പ്ലെയിൻ വാഷ് ഉപയോഗിച്ച് കഴുകുക. അപ്പോൾ ആ ഒരു പ്ലെയിൻ വാഷ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ചെറിയൊരു ചുടുവെള്ളം ആണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും കേട്ടോ. കാരണം നിങ്ങളിത് വാഷ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളുടെ സ്കിൻ ഒരു ക്രീം ഇട്ട ഫീലായിരിക്കും നിങ്ങൾക്ക് കിട്ടുക. അത്രയും മോയ്സ്ചർ കണ്ടൻറ്റാണ് ആ ഒരു തൈരിനകത്ത് അടങ്ങിയിരിക്കുന്നത്, തൈരാണെങ്കിലും തേനാണെങ്കിലും. ആയതുകൊണ്ട് തന്നെ ചെറു ചൂടുവെള്ളം ഉപയോഗിച്ചിട്ട് നിങ്ങൾ കഴുകാനായിട്ട് നോക്കുക. സോപ്പോ ഫേസ് വാഷോ ഒന്നും തന്നെ ആരും ഉപയോഗിക്കരുത്. ഞാൻ പറയുന്നുണ്ട്, നമ്മൾ DIY ആയിട്ട് അല്ലെങ്കിൽ ഹോം റെമഡി ആയിട്ട് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ഉപയോഗിച്ച് കഴിഞ്ഞാൽ അപ്പാടെ സോപ്പ് ഉപയോഗിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ സോപ്പ് ഉപയോഗിക്കാതിരിക്കണം. 4 മണിക്കൂറിന് ശേഷം നമുക്ക് സോപ്പ് ഉപയോഗിച്ചാലും വലിയ സീനില്ല. ഓക്കെ, അപ്പോൾ നമ്മളിതൊരു 15 അല്ലെങ്കിൽ 25 മിനിറ്റ് കഴിഞ്ഞ ശേഷം വാഷ് ചെയ്തിട്ട് നമ്മളെന്നും പറയുന്ന ഡയലോഗ് തന്നെ നമ്മുടെ ഷംനു ഓർഗാനിൻ്റെ ജെല്ലാണ് ഞാനിവിടെ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ജെല്ലാണെങ്കിൽ ജെല്ല്, ക്രീം ആണെങ്കിൽ ക്രീം. ഓക്കെ, അപ്പോൾ ഇത് ഉപയോഗിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നു ക്രീമിൻ്റെ ആവശ്യം തന്നെ വേണ്ടി വരില്ല. കാരണം നമ്മൾ ഇത് കഴുകി കളഞ്ഞാലും നമ്മുടെ ഫേസിൽ നല്ലൊരു ഫേസ് മോയ്സ്ചറൈസർ ഇട്ട് ആ ഒരു ക്രീം ഇട്ട് നിന്നൊരു ഫീൽ തന്നെയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ ക്രീമിൻ്റെ ആവശ്യം വരുന്നില്ല. ജെല്ലുണ്ടെങ്കിൽ ജെല്ല് ഉപയോഗിക്കുക കേട്ടോ. ഇതെല്ലാം നിങ്ങൾ ഫോളോ ചെയ്യേണ്ടതെന്ന് ഞാൻ വിചാരിക്കുന്നു. അതുപോലെ തന്നെ പേഴ്സണലായിട്ട് എനിക്ക് ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടായിരുന്നു, നമ്മൾ ഇതുപോലെ പാലും തൈരും ഒക്കെ ഉപയോഗിക്കുന്ന സമയത്ത് ഫേസിൽ പിമ്പിൾസ് വരില്ലേ എന്നുള്ളത്. എനിക്കും പിമ്പിൾസ് വരുന്ന ഒരാളാണ് പാൽ ഉപയോഗിച്ചാലും തൈര് ഉപയോഗിച്ചാലും. ഉരുളക്കിഴങ്ങ്, നമ്മൾ ഉരുളക്കിഴങ്ങിൻ്റെ ഡേ 3 or 4 നമ്മൾ ചാലഞ്ച് ചെയ്തതിന് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് കേട്ടോ. ആ ഒരു ഉരുളക്കിഴങ്ങ് ഉപയോഗിച്ചാൽ പോലും എനിക്ക് പിമ്പിൾസ് വരും. ബട്ട് ഞാൻ ഇതുപോലെ തന്നെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളൊരു നല്ലൊരു ആലോവേറ ജെല്ല് ഫേസിൽ അപ്ലൈ ചെയ്യും. മാത്രമല്ല നമ്മളിത് ഒരു ദിവസത്തെ കാര്യമാണ് പറയുന്നത്. ഈ ഒരു ഉരുളക്കിഴങ്ങ് ഈ ഒരാഴ്ച മുഴുവൻ
ഞാൻ എൻ്റെ ഫേസിൽ അപ്ലൈ ചെയ്യുന്നില്ല. ആകപ്പാടാവും ഞാൻ എടുത്ത സെക്കൻഡ് ഡേ ആണോ തേർഡ് ഡേ ആണോ അറിയില്ല, അത് ചെക്ക് ചെയ്ത് നോക്കേണ്ടി വരും. ആ ഒരു ഡേക്കകത്താണ് നമ്മൾ ഉരുളക്കിഴങ്ങ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ആ ഒരു ദിവസം മാത്രമാണ് നമ്മൾ ആ ഉരുളക്കിഴങ്ങ് അപ്ലൈ ചെയ്തുകൊണ്ട് എനിക്ക് വന്നെങ്കിൽ പോലും എനിക്ക് വിഷയമല്ല. ഞാൻ ആലുവേറ ജെൽ ഉപയോഗിക്കുന്നതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. എനിക്ക് ചെറിയ രീതിക്ക് നമ്മൾ ഇട്ട് കഴിഞ്ഞ് ഒരു ഇച്ചിരി നേരം കഴിയുമ്പോൾ, ഒരു അരമണിക്കൂർ 1 മണിക്കൂർ കഴിയുമ്പോൾ കവിളിൻ്റെ ഭാഗത്തായിട്ട്, എനിക്ക് കൂടുതൽ കവിളിൻ്റെ ഭാഗത്താണ് വരിക, കവിളിൻ്റെ ഭാഗത്തായിട്ട് ചെറിയ രീതിക്ക് ഒരു കുരു വരും, തരിയായിട്ടുള്ള കുരു കേട്ടോ. അത് നമ്മൾ ഈ പറഞ്ഞ പോലെ ആലുവേറ അപ്ലൈ ചെയ്തിട്ട് ഇത് കഴിഞ്ഞ പടി ഒരു പാക്ക് ഇട്ട് കഴിഞ്ഞ പാടെ ആലുവേറ ജെൽ അപ്ലൈ ചെയ്യും. അതുപോലെ തന്നെ രാത്രി ഉറങ്ങാൻ പോകുമ്പോഴും നമ്മൾ ആലുവേറയുടെ ആ ഒരു ക്രീം പാക്ക്, മീൻസ് നമ്മുടെ ഷംനൂസ് ഓർഗാനിയുടെ ജെല്ലിൻ്റെ കാര്യം പറയുന്നത് കേട്ടോ, അതങ്ങ് അപ്ലൈ ചെയ്തിട്ട് അങ്ങോട്ട് കിടക്കും കേട്ടോ. പിറ്റേന്ന് രാവിലെ നോക്കിയിട്ടുണ്ടെങ്കിൽ ആ കുരു ഏത് വഴിക്ക് പോയി എന്ന് എനിക്ക് കാണാൻ പറ്റില്ല. അതുകൊണ്ട് എനിക്ക് വലിയ സീനില്ല. അതുപോലെ തന്നെ ഫേസ് വാഷും, ഇത് രണ്ടും ഞാൻ നോർമലി യൂസ് ചെയ്യുന്നുണ്ട് എൻ്റെ ഈ ഒരു നോർമൽ ടൈമിൽ. ആയതുകൊണ്ടായിരിക്കാം എനിക്ക് അതിൻ്റെ ഒന്നും സൈഡ് എഫക്റ്റോ കാര്യങ്ങളോ ഒന്നും തന്നെ എനിക്ക് വരുന്നില്ല. അപ്പോൾ നിങ്ങളും ഇതുപോലൊക്കെ തന്നെയാണ് ഫോളോ ചെയ്യുന്നതെന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതൊരു പാക്ക് ഇട്ട് കഴിഞ്ഞാലും നല്ലൊരു ജെല്ലോ ക്രീമോ ഉപയോഗിക്കാനായിട്ട് നോക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു ദിവസത്തെ കാര്യമാണ്, നമ്മൾ ഓരോരോ പാക്കും ഓരോരോ കാര്യങ്ങളും ഓരോ ദിവസത്തെ കാര്യങ്ങളാണ് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമ്പോൾ നല്ല വിശ്വാസത്തോടെ നമ്മൾ വീഡിയോ വൈൻഡപ്പ് ചെയ്യാൻ പോവാണ്. അപ്പോൾ ഗൈസ്, നാളെ ഒരു സ്പെഷ്യൽ പാക്കുമായിട്ടാണ് നമ്മൾ നാളെ വരാൻ പോകുന്നത്. സ്പെഷ്യൽ ഡേ ആണ്. നാളത്തോട് കൂടിയിട്ട് നമ്മുടെ സ്കിൻ വൈറ്റനിങ് ചലഞ്ച് അവസാനിക്കുകയാണ്. അപ്പോൾ ഗൈസ്, തീർച്ചയായിട്ടും നമുക്ക് നാളെ കണ്ടുമുട്ടാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ ഫ്രം ഷംന.